നമ്മുടെ മാങ്ങാട്ട് നീലിയാർ കോട്ടം. നീലിയുടെ കഥയ്ക്ക് പഴശ്ശി ഭരണത്തോളം പഴക്കമുണ്ട്. പഴശ്ശിയുടെ പടയോട്ട സമയത്ത് മണത്തണയുള്ള കാളിദേവിക്ക് മനുഷ്യരെ ബലിയർപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. കാളിക്ക് മുന്നിൽ രക്തവും മാംസവും ചിതറിയ പടയോട്ടകാലത്തിന് അന്ത്യം വന്നത് ബ്രിട്ടീഷ് ഭരണത്തോടുകൂടിയാണ്. രക്തവും മാംസവും ഇല്ലാതായ കാലത്ത് കാളിദേവി കോപാകുലയായി തുടർന്ന് വഴിയാത്രക്കാരെയും നാട്ടുകാരെയും ഉപദ്രവിക്കുന്ന നിലയിലേക്കെത്തി. സമീപത്തെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപത്തുള്ള കുളത്തിൽ വരുന്നവരെ ആക്രമിക്കുന്നത് സ്ഥിരമായി. കുളിക്കാൻ വരുന്നവർക്ക് മുന്നിൽ സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ട് എണ്ണയും താളിയും നൽകി വശീകരിക്കുകയും ഒടുവിൽ അവരെ കൊന്ന് രക്തം പാനം ചെയ്യുകയും ചെയ്യും. ആ ഇടക്കാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സാക്ഷാൽ കാളികാട്ട് ഇല്ലത്തെ തന്ത്രി അതുവഴി വന്നത്. സന്ധ്യാവന്ദനത്തിന് കുളത്തിലേക്ക് തന്ത്രി ഇറങ്ങി. വേഷം മാറിയ കാളി പതിവ് പോലെ താളിയും എണ്ണയുമായി തന്ത്രിയെ സമീപിച്ചു. കഥകളറിയാവുന്ന തന്ത്രി കാര്യം തിരിച്ചറിഞ്ഞു. എണ്ണയും താളിയും കൈനീട്ടി വാങ്ങി. എന്റെ അമ്മ തന്നത് അമൃത് തന്നെ എന്ന് പറഞ്ഞ് അത് കുടിച്ചു. അമ്മ എന്ന വിളിയിൽ ദേവി സംപ്രീതിയായി. ഉള്ളിലെ സംഹാരഭാവം മാതൃത്വത്തിന്റെ ഊഷ്മളതയിലേക്ക് മാറി. തന്ത്രിയെ അനുഗ്രഹിച്ച് ദേവി പറഞ്ഞു, നിന്റെ യാത്രയിൽ ഇനി ഞാനുമുണ്ട്. ഏറെ പടിഞ്ഞാറോട്ട് പോയാൽ നരിയും പശുവും മൈത്രീഭാവത്തിൽ കഴിയുന്ന ദേശമുണ്ട്. അവിടെ ഞാനിരിക്കാം. ദേവിയെ നമസ്കരിച്ച തന്ത്രി വേഗം തന്നെ യാത്രയ്ക്കൊരുങ്ങി. ഉടൻ തന്നെ മുന്നിൽ ഒരു തൃശൂലം പ്രത്യക്ഷപ്പെട്ടു. ദേവീ ചൈതന്യം ഉള്ള ആ ശൂലം തന്ത്രിക്ക് മുന്നിൽ നിന്ന് ചലിക്കാൻ തുടങ്ങി. തന്ത്രി ശൂലവും കയ്യിലേറ്റി പടിഞ്ഞാറോട്ട് നടന്നു. ഒടുവിൽ ഇന്നത്തെ ധർമ്മശാലയ്ക്കടുത്ത് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാട്ടിലാണ് എത്തിപ്പെട്ടത്. ദീർഘയാത്രയായതിനാൽ തന്ത്രി അല്പസമയം വിശ്രമിക്കാനിരുന്നു. പിന്നീട് പോകാനൊരുങ്ങിയപ്പോഴാണ് തൃശൂലം മണ്ണിൽ ഉറച്ചതായി മനസ്സിലായത്. ശൂലം എടുക്കാനാവില്ലെന്ന് മനസ്സിലായ തന്ത്രി സംശയദൃഷ്ടിയോടെ ചുറ്റുപാടും പരിശോധിച്ചു. ഒടുവിൽ കാട്ടിൽ അല്പം താഴെയായി ഒരു നരിമട കണ്ടെത്തി. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ ഒരു പശു പ്രസവിച്ച് അതിന്റെ കിടാവിനോടൊപ്പം കഴിയുന്നത് കണ്ട തന്ത്രി ദേവിയുടെ അരുളപ്പാട് ഓർത്തു. ഈ പ്രദേശത്തിന് ഇത്രയും ദിവ്യത്വം കൈവന്നത് മുൻപ് അവിടെ താമസിച്ച ഒരു യോഗീശ്വരൻ കാരണമെന്ന് തന്ത്രി മനസ്സിലാക്കി. ശ്രീചക്രോപാസകനായ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ പുണ്യവും യോഗശക്തിയും കാരണം ഈ കാടിന് ഒരു ദിവ്യ തേജസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ തന്ത്രി തൃശൂലം ഉറച്ചുപോയിടത്ത് പൂജയും കർമ്മങ്ങളും നടത്തി ദേവിയെ പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠ നടത്തിയ ഇടവും നരിമടയും ഒരേ നേർരേഖയിലാണ്. ഈ കാടിന്റെ വിശുദ്ധിയും ഭംഗിയും ഒട്ടും ചോരാതെ നിൽക്കാൻ കാരണം ഇത്ര മനോഹരമായ ഒരു ഐതിഹ്യം തന്നെയാണ്. മരങ്ങളും ചെടികളും കിളുകളും ഒട്ടനേകം മറ്റു ജീവജാലങ്ങളും തിങ്ങി നിറഞ്ഞ ഈ കാടിനെ പച്ചിലക്കാടിന്റെ അമ്മയായ ദേവിയെ പച്ചിലക്കാട്ടിലച്ചി എന്ന് വിളിക്കുന്നതും മറ്റൊന്നും കൊണ്ടല്ല. വടക്കേ മലബാറിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന ഗിരിദേവതയാണ് നീലിയമ്മ. വ്യഭിചാരദോഷം ചുമത്തപ്പെട്ട സ്വാതിയായ ഒരു പുലയകന്യക തന്റെ സത്യാവസ്ഥ തെളിയിച്ച് മരിച്ചതിൽ പിന്നെ ആരാധിയായ ദേവതയായി തീർന്നു എന്നും പറയപ്പെടുന്നു. നീലിയമ്മയുടെ ആരാധനാ സ്ഥലങ്ങളാണ് നീലിയാർ കോട്ടങ്ങൾ. നീലി എന്ന സുന്ദരിയും ബുദ്ധിമതിയുമായ സ്ത്രീ നാടുവാഴിയാൽ കൊല്ലപ്പെടുകയും രക്തദാഹിയായ രക്ഷസായി മാറുകയും പിന്നീട് സ്നേഹമയ്യായ അമ്മയുടെ രൂപം പ്രാപിച്ച് കാളികാട്ട് ഇല്ലത്തിലെ തന്ത്രി കൊട്ടിയൂരിൽ നിന്ന് മടങ്ങുമ്പോൾ ഒപ്പം പോരുകയും മാങ്ങാട്ടുപറമ്പിലെ നരിയും പശുവും ഒന്നിച്ച് ജീവിക്കുന്ന കാട്ടിൽ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് മറ്റൊരു ഐതിഹ്യം. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂരിലെ നീലിയാർ കോട്ടം. നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പ് റൂട്ടിലെ മാങ്ങാട് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് നമ്മുടെ നീലിയാർ കോട്ടം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.